നീണ്ട 2 കൊല്ലത്തെ അതിസാഹസികമായിട്ടുള്ള PG കഴിഞ്ഞിട്ട് ദാ വീട്ടിലോട്ട് പോകുന്നതാണ്. സാഹസികം തന്നെയായിരുന്നു കേട്ടോ. സാഹസികം എന്ന് പറയാൻ പറ്റില്ല, അതിസാഹസികം. 6 മണിക്ക് ട്രെയിൻ കയറി കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് ഉറങ്ങുമ്പോഴേക്കും പാലക്കാടേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ചുറ്റും നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി പാലക്കാട് എത്തി എന്നുള്ളത്. ഷൊർണൂർ എത്തിക്കഴിഞ്ഞാൽ വീട്ടിലോട്ടുള്ള പകുതി ദൂരം എത്തിയെന്നാണ് ഏകദേശം. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊരു ഉത്സാഹമായിരുന്നു. പിന്നെ ഉറക്കമൊന്നും വരില്ല കേട്ടോ. കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി കൂടുതൽ നേരം പുറത്തോട്ട് നോക്കിയിരുന്ന് ഗഹനമായ ചിന്തകളിലായിരുന്നു ഞാൻ. കാരണം വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഇനി എന്തൊക്കെയാണ് പ്ലാൻസ്, വീട്ടിലെന്തൊക്കെയാണ് ഞാനിനി ചെയ്യണം, എനിക്ക് 2 വർഷം കിട്ടാതെ പോയ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യണം, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. പ്രധാനമായിട്ടും ഭക്ഷണം തന്നെ. മൊത്തത്തിൽ പുറത്തുനിന്നുള്ള ഭക്ഷണം കുറവാണ് കഴിക്കൽ. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ നിന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും എടുത്ത് തിന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു, ആ ഒരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ. ഒരു 11 മണിയാകുമ്പോഴത്തേക്കും തലശ്ശേരി ഇറങ്ങി. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ട്രെയിൻ ഇറങ്ങുമ്പോഴേക്കും തുരുതുരാ കോള് വരും, എവിടെ എത്തി, ഇറങ്ങിയോ ഇറങ്ങിയോ എന്ന് ചോദിച്ചിട്ട്. വീട്ടിലെല്ലാവരെയും വിളിക്കണം, ഫ്രണ്ട്സിനെ വിളിക്കണം, വന്നെടുത്തുനിന്ന് വിളിച്ച് പറയണം എത്തി എന്നുള്ള കാര്യം. വർക്കിംഗ് ഡേ ആയതുകൊണ്ടും പകലായതുകൊണ്ടും ആരും വിളിക്കാൻ വരാനില്ലാത്തതുകൊണ്ട് ഓട്ടോയും പിടിച്ച് പോകേണ്ടി വന്നു. ഒത്തിരി ലഗേജ് ഉള്ളത് കൊണ്ട് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീട്ടിലെത്തിയപ്പോൾ നേരെ കുളിച്ച് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബിരിയാണി എടുത്ത് തിന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ എണീറ്റത് വൈകുന്നേരമാണ്. എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ രാത്രിയത്തേക്ക് ഗോതമ്പ് ദോശയും തക്കാളിക്കറിയായിരുന്നു. സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കിയാലും അത് തന്നെയാണ് രാത്രിയും കഴിക്കാറ്. ഇന്നെന്തോ ഒരു വെറൈറ്റി പിടിച്ചു, ഫുഡ് എത്തിയില്ല കേട്ടോ, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴി അറിയാം. ടാറ്റാ.